ചെർക്കളയിലെ കലോത്സവ നഗരിയിലെ ഒരു കാഴ്ച കലോത്സവ റിപ്പോർട്ടിങ്ങിന് പോയ പബ്ലിക് കേരള ന്യൂസ് ടീമിനെ അതിശയിപ്പിച്ചു. വേദികളിലെ പ്രകടനങ്ങളെക്കാൾ അതിന് വല്ലാത്തൊരു മൊഞ്ചുണ്ടായിരുന്നു. കലാപ്രതിഭാ പട്ടം കിട്ടിയ വിദ്യാർത്ഥികളെക്കാൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട നന്മ നിറഞ്ഞ ഒരു നല്ല മനസ്സുള്ള വിദ്യാർത്ഥിനി. അവൾ അറിയാതെ ഞങ്ങൾ അവളെ പിന്തുടർന്നു. കൂടെ കുറെ വിദ്യാർത്ഥികളുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്തും ഭക്ഷണം കഴിക്കുന്ന ഇടങ്ങളിലും സജീവമായി തന്നെ ഏൽപ്പിച്ച എന്തോ കടമ പോലെ മേശകളും കസേരകളും കുഞ്ഞു കൈകൾ കൊണ്ട് വൃത്തിയാക്കുന്നു. കൂടെ കൂട്ടുകാരുമുണ്ട്. സ്നേഹ എന്നാണ് വിദ്യാർത്ഥിനിയുടെ പേര്. ഞങ്ങൾ അവളെ അടുത്തറിയാൻ തന്നെ തീരുമാനിച്ചു. കൂട്ടുകാരോട് തമാശ പറഞ്ഞ് കണ്ണടയും വെച്ച് അവൾ പച്ചക്കറികൾ അരിയുകയാണ്. ഇടയിൽ ക്യാമറ കണ്ടപ്പോൾ നാണം കൊണ്ട് തല താഴ്ത്തി നിന്നപ്പോൾ ആ പിഞ്ചു മനസ്സിലെ കലാലയ സ്നേഹവും ത്യാഗവും പരസ്പരം സഹായിക്കാനുള്ള ആർജവും ഞങ്ങളെ ഒന്നുമല്ലാതെയാക്കി. ക്യാമറ കണ്ടിട്ടും അവൾക്കൊരു കൂസലുമില്ലായിരുന്നു. ചെയ്യുന്ന ജോലിയിലെ ആത്മാർത്ഥത തന്നെയാണ് ചെർക്കള സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സ്നേഹയുടെ ഏറ്റവും വലിയ മനസ്സിനുള്ള ഉദാഹരണം. ചെർക്കള സ്കൂളിലെ മറ്റുള്ള വിദ്യാർത്ഥികളെയും എടുത്തു പറയേണ്ടതുണ്ട്. സ്കൂളിലെ വിശേഷങ്ങളിലേക്ക് കടന്നു പോകാം. ഇവിടുത്തെ കുട്ടികളുടെ പ്രവർത്തനം അവർ എല്ലാ തരത്തിലും പഠിക്കാൻ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും വളരെ എബിലിറ്റിയുള്ള ഒരു കുട്ടികളാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സ്നേഹ പോലുള്ള കുട്ടികൾ അത്രയും കഴിവുള്ള കുട്ടികളാണ്. പഠിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കിച്ചണകത്ത് ചെയ്യുന്ന സഹായങ്ങൾ അവർ പിന്നെ വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ മറ്റ് സ്കൂളുകളിലെ വളണ്ടിയേഴ്സിനെ അപേക്ഷിച്ച് ഇവർക്ക് നമ്മൾ പ്രത്യേകിച്ച് ടീച്ചിങ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു തവണ പറഞ്ഞു കൊടുത്താൽ തന്നെ അവർ ഏത് സാധനം എവിടെ ചെയ്യണം, എങ്ങനെ വിളമ്പാൻ എടുത്തു വെക്കണം, എങ്ങനെ ടേബിൾ എടുത്തു വെക്കണം, എങ്ങനെ പബ്ലിക്കിനുമായിട്ട് സഹകരിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ 100% നീതി വെച്ച് പുലർത്തുന്ന സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ഈ സ്കൂൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കലോത്സവം തന്നെ ഇന്നിപ്പോൾ 4000-ഓളം പേർക്ക് നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റും. അത് ഇനിയും തുറന്നുള്ള ദിവസങ്ങളിലും അത് പൂർണ്ണമായി കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എൻ്റെ പേര് ഷമീർ. ഞാൻ ചെർക്കള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. അപ്പോൾ കഴിഞ്ഞ 2012 ജില്ലാ കലോത്സവം നടന്ന സമയത്ത് ഫുഡ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. അത് മാധവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് അന്ന് ഭക്ഷണം കൊടുത്തത്. വളരെ ഗംഭീരമായ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ തന്നെ കാണുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണമാണ് അന്ന് വിതരണം ചെയ്തത്. അതിൻ്റെ അതേ ഒരു ചെർക്കള മോഡൽ എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ ഒരു ചെർക്കള മോഡൽ ഭക്ഷണമാണ് ഇന്നലെ ഇന്നുമായി നമ്മൾ വിതരണം ചെയ്തത്. തീർച്ചയായിട്ടും നാളെയും കൂടിയുണ്ട്. നമ്മുടെ അന്നത്തെ ആ ഭക്ഷണത്തിൻ്റെ ആ ഒരു അനുഭവ സമ്പത്ത് വെച്ചിട്ട് തന്നെയാണ് മാധവൻ നമ്പൂതിരിയെ ഞങ്ങൾ ഈ പ്രാവശ്യവും ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിച്ചത്. തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരി എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ വളരെ നല്ല രീതിയിലാണ് സേവനമാണ് ചെയ്തത്. പ്രത്യേകിച്ച് സ്നേഹ എന്നുള്ള പെൺകുട്ടി ഞങ്ങളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു അസറ്റാണ്. സ്കൂളിലെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും 100% വളരെ ആത്മാർത്ഥതയോടെ അത് എന്താണെന്ന് ചെയ്ത ഡ്യൂട്ടി അതെല്ലാം 100% നിറവേറ്റുന്ന ഒരു പെൺകുട്ടിയാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഒരു അസറ്റ് തന്നെയാണ് സ്നേഹ എന്നുള്ള പെൺകുട്ടി. വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. പൊതുവെ മറ്റുള്ള കലോത്സവങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ചെർക്കളയിലെ ഈ ഉപജില്ലാ കലോത്സവം വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതിന് ഒരു ഉത്തരമുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇവരോടൊപ്പം ചേർന്ന് പാചകത്തിനായാലും ഏത് കാര്യങ്ങൾക്കായാലും ഇവരോടൊപ്പം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു കുട്ടിയെ പരിചയപ്പെടാം. കുട്ടിയുടെ പേര് സ്നേഹ എന്നാണ്. ഒരുപാട് സമയങ്ങളായി ഇവരോടൊപ്പം ആ കുട്ടി ചിലവഴിക്കുന്നുണ്ട്. ഇവിടുത്തെ പാചകപരമായ കാര്യങ്ങളിലൊക്കെ ആ കുട്ടിക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനപ്പുറം ഇവിടെയുള്ള ക്ലീനിങ് പരിപാടികളിലൊക്കെ ആ കുട്ടിയുടെ സാന്നിധ്യം വളരെയധികം എടുത്തു പറയേണ്ടതാണ്. ആ കുട്ടിയിലോട്ട് നമുക്ക് കടക്കാം. നമ്മുടെ സ്കൂളിലെ കലോത്സവമാണ്. എല്ലാവരും ചേർന്നിട്ട് എല്ലാവരും ഒക്കെ കൂടിയിട്ട് എല്ലാത്തിനും ചേരുന്നു. നല്ലൊരു എല്ലാവരും നല്ല പോലെ ചെയ്യുന്നു പണിയെല്ലാം. പിന്നെ ഇവിടെ രാവിലെ വന്നിട്ട് കസേര നേരെ വെച്ചു. പിന്നെ കുറച്ച് ചോറ് വെച്ചെല്ലാം ക്ലീനാക്കി എല്ലാവരും കൂടിയിട്ട്, ഞാൻ മാത്രമല്ല, കുറേ ആളുണ്ട്.
എന്താണ് ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഒരു എന്താ പറയുന്ന എന്താണ് ഒരു മനസ്സിൽ കിട്ടുന്ന ഒരു സംഭവമില്ല അതെന്താണ്? അതറിയില്ല, എല്ലാരും ചെയ്യുമ്പോൾ ഒരു സ്വന്തം സ്കൂളായതുകൊണ്ട് ചെയ്യാണ്. പറഞ്ഞോളൂ. ഞങ്ങൾ സ്കൂൾ പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ്. നമ്മളുണ്ടായിട്ടാണ് ഇപ്പം ഇങ്ങനെയല്ല ആയത്. ഞങ്ങൾ രാവിലെ മുതലേ വന്നിന് പച്ചക്കറിയിൽ മുറിച്ചു, കസാല നേരാക്കി, ഡൈനിങ് ഹാൾ ശരിയാക്കി, എല്ലാം ശരിയാക്കി. ഞാൻ മാത്രമല്ല, സ്നേഹ, ഈ നമ്മളിതെല്ലാം നമ്മളെ ഫ്രണ്ട്സാണ്. ഇതെല്ലാം ശ്രേയശി ഓനാണ് ഐസ്ക്രീം ഒന്നും ഫസ്റ്റ് ഡേ ഓനെല്ലാണ് തുടങ്ങിയത്. എന്തായാലും ചെർക്കളയിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവം ഒരു മാതൃക തന്നെയാണ്. മറ്റുള്ള സ്കൂളുകളിൽ നിന്ന്, മറ്റുള്ള കലോത്സവങ്ങളിൽ നിന്ന് എല്ലാത്തിലും വ്യത്യസ്തത നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കുട്ടികളും ഇതുമായി ബന്ധപ്പെട്ട സംഘാടകരുമൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്തു പറഞ്ഞതാണ്. അതിനപ്പുറം നമ്മുടെ ഈ കുട്ടികളുടെ വലിയ സേവനം തന്നെയാണ്, അല്ലേ? ഓക്കെ, റെഡി, എല്ലാവരും നയിക്കും.